الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على نبينا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ കൽപ്പനകളും പാലിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതം നയിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും അല്ലാഹു കാണുന്നുണ്ടെന്ന ബോധ്യത്തിൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ മനസ്സ് സദാസമയവും തിന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒന്നാണ്. ഒരു മനുഷ്യൻ ഏത് സന്ദർഭത്തിലും തിന്മ ചെയ്യാനുള്ള പ്രചോദിതമായ ഒരു മനസ്സിന്റെ ഉടമയാണ്. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, വിശുദ്ധ ഖുർആൻ പറയാണ്, നഫ്സ് മനുഷ്യനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അവിടെ മനുഷ്യന്റെ ഇച്ഛ വർക്ക് ചെയ്യുന്ന അതേ സമയത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതിനെ എതിരിടാൻ ഒരു മുഅ്മിനിന് കഴിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്ന ഒരു വചനം കാണാം. ഖുൽ ലാ അത്തബിഉ അഹ്വാഅകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പറയാണ്, പ്രവാചകരെ അങ്ങ് പറയണം, ലാ അത്തബിഉ അഹ്വാഅകും, ഞാൻ ആ കാണുന്ന ഇച്ഛകളെ ഒന്നും ഞാൻ പിൻപറ്റുകയില്ല. അഹ്വാഅകും, അവരുടെ ഇച്ഛകളുണ്ടല്ലോ. നമ്മൾ ഇന്ന് പലപ്പോഴും നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഇരുന്നാൽ പല തിന്മകൾ ചെയ്യാൻ ആളുകൾ നിർബന്ധിക്കുകയാണ്. ലഹരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ, നീ ഡിപ്രഷനിലാണല്ലോ, പല പ്രയാസങ്ങളും നീ നേരിടുന്നുണ്ടല്ലോ, അതിന്റെ ആദ്യത്തെ ഒരു ഡോസ് എടുത്തു നോക്കൂ, നിന്റെ എല്ലാ പ്രയാസങ്ങളും തീരും എന്ന് ആളുകൾ പറഞ്ഞു കൊടുക്കാൻ. നീ ഇങ്ങനെ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടോ? ഇന്ന് റിലേഷൻ എത്ര വലിയ സാധ്യതകളുണ്ട്, എനിക്ക് പല റിലേഷനുകളിലും ഏർപ്പെടാമല്ലോ എന്ന് ആളുകൾ പറഞ്ഞു കൊടുക്കാൻ. പക്ഷെ നമ്മൾ ആലോചിക്കണം, അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരും പറയാം, ഒരു തിന്മ ചെയ്താൽ അവൻ കടലിലെ വെള്ളം കുടിക്കുന്നത് ഒരവസ്ഥയാണ്. ഒരുവൻ കടലിലെ വെള്ളം കുടിച്ചാൽ അവന്റെ ദാഹം മാറുകയില്ല എന്ന് മാത്രമല്ല, വീണ്ടും അവന് ദാഹിക്കുകയാണ്. വീണ്ടും അവൻ വെള്ളം കുടിക്കുന്നു, വീണ്ടും ദാഹിക്കുന്നു. അവൻ ദാഹം തീരുമെന്ന ആഗ്രഹത്തിൽ വലിയൊരു കടലിന്റെ വക്കത്ത് പോയി വെള്ളം കുടിക്കുന്നു, പക്ഷെ ദാഹം തീരുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് തിന്മ. അത് ലഹരിയാവട്ടെ, അവൻ ആദ്യത്തെ ഡോസ് എടുക്കാൻ ഡിപ്രഷൻ കുറയുന്നുണ്ടോ? ഇല്ലല്ലോ. വീണ്ടും വീണ്ടും പ്രയാസം അവന് അധികരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തിന്മയുടെയൊക്കെ ആക്കിബത്ത് അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു ഹവയിലേക്ക് ഒരു മനുഷ്യൻ പോയാൽ, അതുകൊണ്ടാണ് ലാ അത്തബിഉ അഹ്വാഅകും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഒരു കാരണവശാലും അവരുടെ ഒരു ഇച്ഛയെയും ഞാൻ ഫോളോ ചെയ്യില്ല. ഇദൻ ഖദ് ദലൽതു, അങ്ങനെ ഞാൻ ഫോളോ ചെയ്തു പോയാൽ ഞാൻ പിഴച്ചു പോയില്ലേ, എനിക്ക് അല്ലാഹു തന്ന ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു, നീ നിന്റെ ഇച്ഛയെ നീ പിന്തുടരരുത്. അൻ തഅദിലു, അങ്ങനെയായാൽ നീ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഇച്ഛക്ക് ഉപയോഗിക്കുന്ന സമാനമായ ഒരു വാക്കാണ് അൽ ഹവ. കാറ്റിനും ഉപയോഗിക്കാറുണ്ട്. ഒരു കാറ്റിൽ ഇല എവിടെയെന്നില്ലാതെ ലക്ഷ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോകുന്നത് പോലെ മനുഷ്യൻ തന്റെ നഫ്സിന്റെ ഇച്ഛകളെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നെ അവന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. അത് പറയുന്നിടത്തേക്ക് മനുഷ്യൻ ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി അവന്റെ ഹയാ ആണ്, ലജ്ജയാണ്. അവൻ തിന്മ ചെയ്യാതിരിക്കുന്നത്
അവന്റെ മനസ്സിൽ ഒരു ലജ്ജയുള്ളത് കൊണ്ടാണ്. ചെറിയൊരു തിന്മയായിരിക്കും, പക്ഷെ അത് ചെയ്യാൻ തുടക്കത്തിൽ ഒരു മടി, ഒരു നാണം. അതൊരു പക്ഷെ നാട്ടുകാർ കാണുന്നതായിരിക്കാം, ഭാര്യ കാണുന്നതായിരിക്കാം, അതിനപ്പുറത്തേക്ക് അള്ളാഹു കാണുന്നുണ്ട് എന്നൊരു ഹയാ മുഅ്മിനിന്റെ ഒക്കെ മനസ്സിലുണ്ടാകും. പക്ഷേ ആദ്യത്തെ തവണ ആ തെറ്റ് അവൻ ചെയ്യുമ്പോഴേക്ക് ആ ഹയാ നഷ്ടപ്പെട്ടു. വീണ്ടും ചെറുതിൽ നിന്ന് വലുതിലേക്ക് അവസാനം അവന്റെ ഹയാ മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിനക്ക് ഹയാ ഇല്ലേ, ഫസ്ന മാ ശിഅ്ത. പിന്നെ എന്തൊക്കെ ആലോചിക്കുന്നു, എന്തൊക്കെ ചിന്തിക്കുന്നു, അതൊക്കെ മനുഷ്യൻ ചെയ്തു പോകും. പിന്നെ അതിനൊരു ബൗണ്ടറി ഇല്ല. അവനെ ഒന്ന് തടയാൻ ഒരു ബാരിയർ ഇല്ല. അവന്റെ ഹയാ നഷ്ടപ്പെട്ടു പോയാൽ അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അബൂ ഹാസിം, നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ മഹാനായ പണ്ഡിതനാണ് അബൂ ഹാസിം. അദ്ദേഹം പറയാൻ, ഖാത്തിൽ ഹവാക്, നിന്റെ ഇച്ഛയോട് നീ പൊരുതണം. അശദ്ദു മിമ്മ യുഖാതിൽ നഫ്സക, അശദ്ദു മിമ്മ യുഖാതിൽ അദുവക, നിന്റെ ശത്രുവിനെ എതിരിടുന്നതിനേക്കാൾ ശക്തമായി നീ പൊരുതേണ്ടത് നിന്റെ ഇച്ഛയെ പിടിച്ചു വെക്കാനാണ്. തൂബി നഫ്സിനോട് പറയാണ്, നീ തൗബ ചെയ്യൂ. ഫഇന്നൽ മൗത ഖദ് ഹാന, ഇതാ ഈ മരണമൊക്കെ ഈ വക്കത്ത് വന്ന് നിൽക്കുകയാണ്. എപ്പോഴാണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിന്റെ മനസ്സിന്റെ ഇച്ഛകളെ നീ ധിക്കരിക്കൂ. നിന്റെ ഇച്ഛകളെ നീ ഫോളോ ചെയ്ത് തുടങ്ങിയാൽ അത് നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഫിത്നകൾ ഉണ്ടാക്കും. അതുകൊണ്ട് യാ നഫ്സു തൂബി, നഫ്സേ നീ തൗബ ചെയ്തോളൂ. ഫഇന്നൽ മൗത ഖദ് ഹാന, മരണം ഏത് സമയത്താണ് വരിക എന്ന് നമുക്കറിയില്ലല്ലോ. കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പാണ് നമ്മുടെ നാട്ടിൽ തളിപ്പറമ്പിൽ ഒരു സഹോദരൻ, പ്രായമുള്ള മനുഷ്യനാണ്, അദ്ദേഹം മരണപ്പെട്ട ഒരു അവസ്ഥ കണ്ടപ്പോൾ നമ്മൾ കൊതിച്ചു പോവാണ്. 2 ആഴ്ച മുമ്പ് ഇതുപോലൊരു വെള്ളിയാഴ്ച ദിവസം അദ്ദേഹം നേരത്തെ പള്ളിയിലേക്ക് വന്നു. അദ്ദേഹം 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യാൻ. ആ സമയത്ത് അദ്ദേഹം കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോവുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ജുമഅക്ക് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന കാറ് തിരിച്ച് ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് ആരോ കൊണ്ടുപോയത് രാത്രിയാണ്. പക്ഷേ രാത്രി കാർ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ശരീരം ഖബറിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ആലോചിച്ചു, അദ്ദേഹം മരണപ്പെട്ട ഒരു സന്ദർഭം നമ്മൾ ആലോചിച്ചു. ആളുകളൊക്കെ അദ്ദേഹത്തെ പറ്റി വല്ലാതെ നന്മ പറഞ്ഞിട്ടുണ്ടാവും, ഉറപ്പാണല്ലോ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ആളുകൾ അങ്ങനെ ഒരു മനുഷ്യനെ പറ്റി മരിച്ചിട്ട് നന്മ പറയുന്നുണ്ടോ, അള്ളാഹു അത് സ്വീകരിക്കും. കാരണം അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർദ്, അള്ളാഹുവിന്റെ സാക്ഷികളായി ഭൂമിയിലുള്ളത് മനുഷ്യരാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് നല്ലത് പറയുന്നുണ്ടോ, അള്ളാഹു അത് സ്വീകരിക്കും. എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കാൻ പോവാണ്. നല്ലൊരു ആഖിബത്ത് അള്ളാഹു കൊടുക്കുകയാണ്. നമ്മളൊക്കെ ആഗ്രഹിച്ചു പോകുന്ന മരണം, നമ്മൾ എങ്ങനെയാണ് മരിക്കേണ്ടത്, എപ്പോഴാണ് മരിക്കേണ്ടത് എന്ന് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. ഈ നാടുകൾ മൈ ബോഡി മൈ ചോയ്സ് എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ യുവാക്കൾക്ക് ഇങ്ങനെ ഹരം കൊള്ളിക്കുകയാണ്. അങ്ങനെ എന്റെ ബോഡി എന്ന് പറയാൻ, മൈ ബോഡി എന്ന് പറയാൻ ഒരു ബോഡി നമുക്കുണ്ടോ പ്രിയമുള്ളവരെ? എന്തെങ്കിലും ഒരു ക്യാൻസർ വന്നു പോയാൽ, എന്തെങ്കിലും ഒരു രോഗം വന്നു പോയാൽ, ഇന്ന് നമ്മൾ പല ഹോസ്പിറ്റലുകളിൽ പോയി നോക്കൂ. ഇന്ന് രോഗം വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതേതാണ് രോഗമെന്ന് ഡയഗ്നോസ് ചെയ്യാൻ കഴിയുന്നില്ല. പല ടെസ്റ്റുകൾ എഴുതി കൊടുക്കാൻ, ആ ടെസ്റ്റിന്റെ ബില്ലുകൾ കണ്ടാൽ നമ്മൾ നെട്ടിപ്പോകും. ഏതൊരു പണക്കാരനും പാപ്പനായി പോകുന്ന രോഗങ്ങൾ അള്ളാഹു തന്നാൽ മൈ ബോഡി എന്ന് അവകാശപ്പെടാൻ നമുക്കൊരു ബോഡിയുണ്ട്. മൈ ചോയ്സ് എന്നാണ് രണ്ടാമത് പറയുന്നത്. മൈ ചോയ്സ്. എവിടെയാണ് നമുക്ക് ചോയ്സ് ഉള്ളത്? ഞാൻ ജനിച്ചത് എന്റെ ചോയ്സ് കാരണമാണോ? ഞാൻ എവിടെ ജനിക്കണമെന്ന് ഞാൻ ചൂസ് ചെയ്തതല്ലല്ലോ. ഞാൻ ആരുടെ മകനായി, ആരുടെ മകളായി, എവിടെ വെച്ച് ജനിക്കണം, ഏത് കുടുംബത്തിൽ ജനിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ. എന്റെ അനിയൻ ആരാവണം, അനിയത്തി ആരാവണം, എന്റെ അമ്മാവൻ ആരാവണം, ഇതൊന്നും എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ ഞാൻ എവിടെ വെച്ച് മരിക്കും, ഏത് സന്ദർഭത്തിൽ മരിക്കും, ഏത് വയസ്സിൽ മരിക്കും, ഇതൊന്നും എനിക്ക് ചൂസ് ചെയ്യാൻ കഴിയില്ല. ഏത് സമയത്തും എന്തോ സംഭവിക്കണം. അള്ളാഹു നമുക്ക് ചൂസ് ചെയ്യാൻ ആകെ പെർമിഷൻ തന്നത് നല്ല ഒരു ഇണയെ തിരഞ്ഞെടുക്കാൻ അള്ളാഹു നമുക്ക് ഒരു ചോയ്സ് തന്നിട്ട് നല്ലൊരു ഇണയെ തിരഞ്ഞെടുക്കാം. പക്ഷെ അത് തന്നെ അത്ഭുതമാണ്. അങ്ങനെ ഒരു ചോയ്സ് വെച്ചപ്പോഴേക്കും മനുഷ്യന് കൊടുത്ത ഒരൊറ്റ ചോയ്സാണ്. അതിൽ തന്നെ മനുഷ്യൻ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത്. ഒരാണ് പറയാൻ എനിക്ക് ആണിന് മതി, ഒരു പെണ്ണ് പറയാൻ ലെസ്ബിയനാണ്, എനിക്ക് പെണ്ണ് മതി, എനിക്ക് ശവങ്ങളെ മതി. അതാണ് ഇന്നത്തെ ഒരു പ്രൊപ്പഗണ്ട. അതാണ് ശവങ്ങളോട്, ശിശുക്കളോട്, കുടുംബ ബന്ധങ്ങളോട് ഇൻസെസ്റ്റ് ആണ്. അമ്മയെ മതി, മക്കളെ മതി, മകനെ മതി, അച്ഛനെ മതി എന്ന് പറയും. നമ്മൾ ആലോചിച്ച് നോക്കൂ. എന്ന് പറഞ്ഞാൽ അള്ളാഹു കൊടുത്ത ഒരൊറ്റ ചോയ്സ് ആണ്. അത് മനുഷ്യൻ ചെയ്യാവുന്ന എല്ലാ തെരുകളെയും അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അള്ളാഹു ചോയ്സ് കൊടുക്കാത്തിടത്ത് ഭംഗിയെ അള്ളാഹു ചെയ്തിട്ടുണ്ട്. നമുക്ക് ചോയ്സ് ഇല്ലല്ലോ. നമ്മുടെ ബോഡി എന്ന് പറയാൻ, നമ്മുടെ ചോയ്സ് എന്ന് പറയാൻ അള്ളാഹു നമുക്കൊന്നും വെച്ചിട്ടില്ല. അവിടെയാണ് യാ നഫ്സു തൂബി, നഫ്സേ നീ തൗബ ചെയ്യൂ. ഫഇന്നൽ മൗത ഖദ് ഹാന, എപ്പോഴാണ് മരണം വന്ന് നമ്മുടെ മുന്നിലേക്ക് പതിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. മനുഷ്യൻ എപ്പോഴും തിന്മ ചെയ്യാൻ തോന്നും. തുഅറദു അലൽ ഖുലൂബി ഫിത്ന, മനുഷ്യന്റെ ഹൃദയത്തിൽ തിന്മ ചെയ്യാനുള്ള തോന്നലുണ്ടാകും. പക്ഷേ ആ
അതിനെ ആരെങ്കിലും സ്വീകരിച്ച് തിന്മ ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ കറുത്ത പുള്ളികൾ വരും. ഏതെങ്കിലും ഒരു കൽബ് അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണ്, അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ അള്ളാഹു ഒരു വെളുത്ത പുള്ളിയെ രേഖപ്പെടുത്തും. കറുത്ത പുള്ളിക്ക് പകരം വെളുത്ത പുള്ളി രേഖപ്പെടുത്തപ്പെടും. ഹൃദയം തിളങ്ങും. എന്നിട്ട് പറയാം, അങ്ങനെ 2 ഹൃദയം ഉണ്ടാകും. ഒന്നാമത്തെ ഹൃദയം മിസ്ലു ബൈദ, അതൊരു വെളുത്ത ഹൃദയമാണ്, തിളങ്ങുന്ന ഹൃദയമാണ്. ഫലാ തദുറുഹു ഫിത്നത്തുൻ, അങ്ങനെ ഒരു വെളുത്ത ഹൃദയമുള്ള ഒരു മനുഷ്യനെ ഒരു ഫിത്നക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ അവിടെ സ്ട്രോങ് ആയി നിൽക്കും. എത്ര പരീക്ഷണങ്ങൾ വന്നാലും, എത്ര പ്രലോഭനങ്ങൾ വന്നാലും, കാരണം അവന്റെ നഫ്സ് അത് ശീലിച്ചിട്ടുണ്ട്. തെറ്റ് ചെയ്യാതെ ശീലിച്ച ഒരു ഹൃദയത്തിന് തെറ്റുകളുടെ മുന്നിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയും. രണ്ടാമത്തെ ഹൃദയം അത് തെറ്റിൽ രൂഢമൂലമായ ഒരു ഹൃദയമാണ്. അതിന് നന്മ ഏതാണെന്നോ തിന്മ ഏതാണെന്നോ തിരിച്ചറിയാൻ കഴിയാതെ എല്ലാം അങ്ങ് ചെയ്തു പോവുകയാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ ഒരു മാറ്റമില്ല, ഒരു അനക്കമില്ല. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക്, ഖുർആൻ കേൾക്കുമ്പോഴേക്ക്, ഹദീസ് കേൾക്കുമ്പോഴേക്ക് മാറാൻ കഴിയാത്ത വിധം തിന്മകളിൽ രൂഢപ്പെട്ടു പോയൊരു മനസ്സുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് എത്രയാണ് ആയത്തുകളിൽ പറഞ്ഞു തരുന്നത്, ആരെങ്കിലും അള്ളാഹുവിന്റെ കോടതിയിൽ പോയി നിൽക്കേണ്ടി വരും എന്ന് ഓർമ്മിക്കുകയാണെങ്കിൽ അവന് സ്വർഗമാണ് അള്ളാഹു കൊടുക്കാൻ പോകുന്നത്. എന്താ അവൻ ചെയ്തത്? നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പോകേണ്ടി വരും എന്ന ഓർമ്മയിൽ അവൻ അള്ളാഹുവിനെ ഭയന്നു. സൂറത്തുൽ റഹ്മാനിൽ നമ്മൾ കാണുന്നതും അതാണ്. ആരെങ്കിലും അള്ളാഹുവിനെ ഭയന്നാൽ അവന് ജന്നത്താൻ, 2 സ്വർഗമുണ്ട് എന്നാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ദവാതാ അഫ്നാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഫീഹിമാ ഐനാനി തജ്രിയാൻ ഫീഹിമാ മിൻ കുല്ലി ഫാകിഹത്തിൻ വസൗജാൻ. ശുദ്ധ ഖുർആൻ പറയാണ്, 2 സ്വർഗമുണ്ട്, വേണ്ട എല്ലാ സൗകര്യങ്ങളും നിനക്ക് അതിലുണ്ട്. നീ ചെയ്തത് എന്താണ്? അല്ലാഹു കാണുന്നുണ്ട് എന്ന പേടിയിൽ നീ തെറ്റ് ചെയ്യാതിരുന്നു. അത് നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ എന്തായാലും അള്ളാഹുലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. ഇന്ന ഇലൈനാ ഇയാബഹും തുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. വിശുദ്ധ ഖുർആനാണ്. നിങ്ങൾ എന്തിരുന്നാലും എന്നിലേക്കും മടങ്ങേണ്ടി വരും. അതുകൊണ്ടാണല്ലോ ഖുർആൻ സൂറത്ത് വാഖിയയുടെ അവസാനം വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ എത്ര ശാസ്ത്രീയമായ പുരോഗതി ഉണ്ടായാലും മരണത്തെ തടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. മരിക്കുന്ന സമയത്ത് ഒരാൾ മരിച്ചു പോകുന്നുണ്ട്. ആരെങ്കിലും ഇവിടെ കാലാകാലം ബാക്കിയായതായി നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറ, മുമ്പത്തെ ഒരു 5 തലമുറ മുകളിൽ പോലും നമുക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ. എന്ന് പറഞ്ഞാൽ എല്ലാവരും മറക്കപ്പെടും. എത്ര വലിയ ഓളങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിലും നമ്മൾ ഇന്ന് ട്രെൻഡിന്റെ കാലത്താണ്. ഒരു ട്രെൻഡ് ഒരു അല്പസമയം പിന്നീട് ആ ട്രെൻഡ് അസ്തമിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളൊക്കെ ജീവിതം അങ്ങ് അസ്തമിച്ചു പോകും. പോകേണ്ടി വരുന്നത് അള്ളാഹുലേക്കാണ്. ആ ഒരു യാത്രക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ചെറിയ ചെറിയ യാത്ര ചെയ്യാറുണ്ട്. നമ്മൾ വെക്കേഷനിൽ വയനാട് ഒരു റിസോർട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ എല്ലാ രീതിയിലും ഐറ്റനറി എങ്ങനെയൊക്കെ റെഡിയാക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. ഏത് റിസോർട്ടിൽ പോകണം, അതിൽ ഏത് റൂം നമുക്ക് എടുക്കണം, എന്തൊക്കെ ഫെസിലിറ്റീസുകൾ വേണം. ഇനി കാറിലാണ് പോകുന്നത്, ചില ആൾ ഡ്രൈവർ സീറ്റിന് അടിയാണ്, ഫ്രണ്ട് സീറ്റിന് അടിയാണ്. നമ്മൾ അങ്ങനെയൊക്കെ നമ്മുടെ യാത്രയെ നമ്മൾ ഇനിയിപ്പോൾ ദൂരയാത്രയാണെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കണം. നിന്റെ കംഫർട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഏതാണ് ഏറ്റവും നല്ല ട്രെയിൻ, അത് എത്ര ആഴ്ച മുമ്പ് ബുക്ക് ചെയ്യണം നമുക്കറിയാം. അത് എത്ര ഫെയർ ഉണ്ടായാലും നമ്മൾ ബുക്ക് ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മൾക്കൊരു യാത്രയുണ്ട്, നമ്മൾ ഓർത്തേ പറ്റുള്ളൂ. നമുക്കൊരു യാത്രയുണ്ട്. ആ യാത്രക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, മരണം സത്യമാണ്. ഒരിക്കലും ജീവിതം സത്യം എന്ന് പറഞ്ഞില്ല. ജീവിതം തകിടം മറിയുന്ന ഒന്നാണ്. പക്ഷെ നമുക്ക് ഉറപ്പുള്ളത്, ജീവിതത്തിൽ ആകപ്പാട് ഉറപ്പുള്ളത് എന്താ? ജനിച്ചാൽ മരിക്കും എന്നത് മാത്രമാണ് ഉറപ്പ്. അല്ലാതെ വേറെ എന്താണ് നമുക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റിയൊന്നുള്ളത്? ഒന്നുമില്ലല്ലോ. ജീവിച്ചോ അവൻ മരിക്കും എന്നത് ഉറപ്പാണ്. മരിച്ചാൽ അള്ളാഹുവിന്റെ കോടതിയിലെത്തും എന്നത് ഉറപ്പാണ്. അവിടെ മഹ്ശറയിൽ ഏറ്റവും ചൂടുള്ള ഒരു നീണ്ട ഒരു ദിനങ്ങൾ, വർഷങ്ങൾ നമ്മൾ കഴിയേണ്ടി വരും. അവിടെ അള്ളാഹു 7 ആളുകൾക്ക് തണൽ കൊടുക്കും എന്ന് ഹദീസ് പറയുന്നു. പ്രിയമുള്ളവരെ, ആ യാത്രക്ക് ഒരുങ്ങിയവരാണല്ലോ നമ്മൾ. അതിൽ ഏത് കാറ്റഗറിയിൽ തണൽ വേണം എന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഐറ്റിനറിയിൽ അള്ളാഹു 7 ആളുകൾക്ക് തണൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏത് വിഭാഗത്തിൽ പെട്ടാലാണ്, ഏത് വിഭാഗത്തിലാണ് എനിക്ക് പെടേണ്ടത് എന്നൊരു ചൂസിങ്, ഒരു സെലക്ഷൻ നമ്മുടെ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ല. ഒരു കൂട്ടർക്ക് അള്ളാഹു കൊടുക്കും. ആരാണ്? ഷാബുൻ, അവർ യുവാക്കളാണ്. നശഅ ഫീ ഇബാദത്തില്ല, അള്ളാഹുവിന്റെ ഇബാദത്തിൽ കഴിഞ്ഞുകൂടിയ യുവത്വം. അത് യുവാക്കൾ മാത്രമല്ല, യുവതികളും കൂടും. അത് യുവത്വമാണ്. ആ യുവത്വത്തിൽ അള്ളാഹുവിനെ പേടിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ, ചെറുപ്പക്കാരത്തികളുണ്ടോ? അള്ളാഹു അവർക്ക് കൊടുക്കും. ഫീ ദില്ലിൻ യൗമ ലാ ദില്ല,
ഒരു തണലുമില്ലാത്ത ഒരു ദിവസം അള്ളാഹു ഒരു തണൽ കൊടുക്കും. ഒന്നാമത്തെ വിഭാഗം അതാ. രണ്ടാമതും സമാനമാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, 7 വിഭാഗം പറഞ്ഞവരിൽ 2 വിഭാഗത്തിന് ഒരു സമാനമുണ്ട്. രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയുന്നത് റജുലുൻ, ഒരു പുരുഷൻ, ഒരു ചെറുക്കൻ, ചലബതുഹു ഇംറഅത്തുൻ, ഒരു പെണ്ണ് അവനെ ക്ഷണിക്കുകയാണ് വേണ്ടാദിനത്തിൽ. അവൻ വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞ കാരണം ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്നവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് നാളെ തണല. നമ്മൾ ആലോചിച്ച് നോക്കൂ. എന്ന് പറഞ്ഞാൽ പലപ്പോഴും അങ്ങനെയാണ്. ഔട്ടിങ്ങിന് വരുന്നോ എന്ന് ചോദിച്ചത് അവളായിരുന്നു, ആദ്യമായി മെസ്സേജ് അയച്ചത് അവളായിരുന്നു, എന്നെ പ്രപ്പോസൽ ചെയ്തത് അവളായിരുന്നു, അതുകൊണ്ട് കുടുങ്ങിപ്പോയതാണ് എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. തിരിച്ച് നോ എന്ന 2 ലെറ്റർ ടൈപ്പ് ചെയ്ത് വിടാൻ കഴിയുന്നുണ്ടോ? അതാണല്ലോ അതിന്റെ അർത്ഥം. ഇന്നി അഖാഫുല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൾ എന്നെ വിളിച്ചതാണ്, അവൾ മെസ്സേജ് ചെയ്തതാണ്. നോ എന്ന് 2 ലെറ്റർ ഒന്ന് കീപാഡിൽ ടൈപ്പ് ചെയ്ത് അയക്കാൻ പറ്റിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തണലില്ലാത്തൊരു ദിവസം അവന് തണലുണ്ട്. നോ പറയാൻ വേണ്ടത് സെക്കൻഡാണ്. ആ സെക്കൻഡിൽ എടുക്കാൻ, ആ തീരുമാനമെടുക്കാനുള്ള ഒരു ഈമാൻ ഉണ്ടല്ലോ, അതുണ്ടോ? നമുക്ക് രണ്ട് ആൻസർ ആണ് അവിടെ പറയാൻ കഴിയുക. ഒന്നിക്ക് യെസ് ആണ്, അല്ലെങ്കിൽ നോ ആണ്. 2 പറഞ്ഞാലും സുഖങ്ങളുണ്ട്. യെസ് പറഞ്ഞാൽ ഈ ദുനിയാവിൻ്റെതായ ചില സുഖങ്ങൾ അവന് കിട്ടും. പക്ഷെ നമ്മൾ ആലോചിക്കണം, അങ്ങനെയുള്ള സുഖം തരുന്നത് പിശാചാണ്. നീ അവളോട് പോയിക്കും, നിനക്ക് പ്രണയം ഉണ്ടായാൽ, റിലേഷൻ ഉണ്ടായാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹറാമ് ചെയ്താൽ, പലിശ എടുത്താൽ, ഹറാമിൽ കളവ് പറഞ്ഞാൽ, പരദൂഷണം പറഞ്ഞാൽ ഒക്കെ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതുണ്ട്. അത് നൽകുന്നത് പിശാചാണ്. പിശാച് വളരെ തന്ത്രശാലിയാണ്. ഒരു സുഖം നൽകും, അതപ്പം തന്നെ തിരിച്ചെടുത്തിട്ട് തീരാത്ത ഒരു നിരാശ അവൻ നിനക്ക് തരും. നീ നശിച്ചു പോയല്ലോ, ഇനി നീ ഒരു കാര്യവുമില്ല, നിനക്ക് തിരിച്ചു വരാൻ കഴിയില്ല, ആ തിന്മയിൽ തന്നെ കഴിഞ്ഞോളൂ എന്ന് പിശാച് അവനോട് പറയും. രണ്ടാമത്, അതിന് നോ പറഞ്ഞാൽ അള്ളാഹു ഒരു സന്തോഷം തരും. അതിന് നോ പറഞ്ഞാൽ അള്ളാഹു ഒരു സന്തോഷം തരും. നോ പറഞ്ഞാൽ സന്തോഷം കിട്ടുമോ എന്നൊക്കെ നമുക്ക് അത്ഭുതമാണ്. അത് നമ്മൾ പറഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞു നോക്കൂ. അപ്പോൾ അള്ളാഹു തരുന്ന വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഉണ്ട്. ഇഫ്ഫത്തിന്റെ ഒരു സമാധാനം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ വൽ അഫാഫ വൽ ഗിന, നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയാണ്. അതിൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് അൽ അഫാഫ്, ഇഫ്ഫത്ത് ഉണ്ടല്ലോ, ഒരു പവിത്രത, നമ്മുടെ നഫ്സിനെ നമ്മൾ കൽപ്പിക്കുന്ന ഒരു പരിശുദ്ധി. നോ എന്ന് പറഞ്ഞു നോക്കൂ, അള്ളാഹു തരും ഒരു സമാധാനം, ഒരു സന്തോഷം. ഈ ദുനിയാവിൽ, ആഖിറത്തിൽ അള്ളാഹു തണൽ തരും. നമ്മൾ ആലോചിക്കണം പ്രിയമുള്ളവരെ. ചെറുപ്പക്കാരികൾക്ക് വലിയൊരു അവസരമാണ്. നമ്മൾ ഇന്ന് പലപ്പോഴും ഇന്നൊരു പള്ളിയിലേക്ക് പോയാൽ, ജുമാ ദിവസം പോലും ചെറുപ്പക്കാരെ എവിടെയും കാണാൻ കഴിയുന്നില്ല. ഒരു ഖുർആൻ ക്ലാസ്സിന് പോയാൽ ചെറുപ്പക്കാരില്ല. നമ്മൾ ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? പ്രായമായതിനു ശേഷം മുൻസഫിലേക്ക് കടന്നു വന്നിങ്ങനെ ഇരുന്ന് കരയാം എന്നതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല പ്രിയമുള്ളവരെ. നമ്മൾ നല്ലൊരു കാലഘട്ടത്തിൽ നമ്മൾ അള്ളാഹുവിന് സമർപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലേ? നമ്മൾ ഈ മുൻസഫൊക്കെ അത് പ്രായമുള്ളവരെ എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ചെറുപ്പക്കാരെ എവിടെയും കാണാനില്ല. കുറച്ച് നേരത്തെ വന്നാൽ, അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമെടുത്ത് കുറച്ച് നേരത്തെ വന്നാൽ, നമ്മൾ എത്രയാണ് നമുക്ക് തിരക്ക്. പലപ്പോഴും ആളുകൾ ജുമയുടെ നമസ്കാരത്തിന് സലാം വീട്ടുന്നതിന് മുമ്പ് വന്നിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. എന്താ തിരക്ക്? നമ്മൾ ആലോചിച്ചു. കച്ചവടത്തെ സംബന്ധിച്ചാണ് ആളുകൾ പറയുന്നത്, ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയതാണ്, അതിന്റെ പിറകിലാണ്, അതിന്റെ പ്ലാനാണ്, ഞാൻ എന്റെ ഫ്യൂച്ചർ സെറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ്. ആയിക്കോട്ടെ, നിന്റെ ഭാഗത്ത് നിന്നും 100% ഹാർഡ് വർക്ക് ഉണ്ടാവണം. അത് നടത്തിയാലും ആയിക്കൊള്ളണം എന്നില്ലല്ലോ നിന്റെ പ്ലാനുകൾ. നീ പ്രവർത്തിക്കൂ, നീ പരമാവധി പ്രവർത്തിക്കൂ. ഒരു ജുമാ ദിവസം ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂർ അള്ളാഹുവിന്റെ മുന്നിലേക്ക് വന്ന് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. അള്ളാഹു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്നെ തവക്കുൽ ചെയ്തിട്ട് തുടങ്ങുകയാണ്. അതുകൊണ്ടാണല്ലോ മനോഹരമായ പ്രാർത്ഥന, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലനാ ശഅനനാ കുല്ലഹ്. അല്ലാഹുവേ, യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യായവനെ, ഖയ്യൂമായവനെ, നിന്നോട് ഞാൻ ഇസ്തിഗാസ തേടുകയാണ്, നിന്നോട് ഞാൻ സഹായം തേടുകയാണ്. വേറെ ആരോടുമല്ല. ആരോട് ചോദിച്ചിട്ടും കാര്യമില്ല. പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട്, അവനോട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് അസ്ലിഹ് ലനാ ശഅനനാ കുല്ലഹ്, എന്റെ എല്ലാ കാര്യവും നീ നന്നാക്കി തരണേ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. ചിലപ്പോൾ ഞാൻ ചോദിക്കാൻ വിട്ടിട്ടുണ്ടാവും, ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും പറയാൻ മറന്നുപോയത്, എനിക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അറിയാതിരുന്നത് ഒക്കെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അസ്ലിഹ് ലനാ ശഅനനാ കുല്ലഹ്, എല്ലാ കാര്യവും നീ നന്നാക്കി തരണേ. ആ പ്രാർത്ഥനയിൽ എല്ലാം ഉണ്ട്. എത്ര സെക്കൻഡ് വേണം ആ പ്രാർത്ഥന നടത്താൻ? ഒന്ന് ഒഴിഞ്ഞിരുന്ന് നടത്താനുള്ള പ്രാർത്ഥന. എത്ര സമാധാനം നമ്മുടെ നഫ്സിന് തരും. അള്ളാഹു അത് ഏറ്റെടുക്കുമല്ലോ. എന്നിട്ട് പറയുന്ന പ്രാർത്ഥന ഇതാണ്, വലാ തകിൽനാ ഇലാ അൻഫുസിനാ തറഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും നീ എന്നെ ഒരു കാര്യം ഏൽപ്പിക്കരുത്. എന്നെ ഏൽപ്പിച്ച് എങ്ങനെ നടക്കാനാണ്? എനിക്ക് ഇതിന്റെ വരും വരായികൾ അറിയില്ലല്ലോ. നീ ഏറ്റെടുക്കണം. ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ മുമ്പ് പള്ളിയിലും വന്നിട്ടുണ്ട്, നിന്നോട് ദുആ ചെയ്ത്. എന്ത് സമാധാനമാണ്, എന്തൊരു ആശ്വാസമാണ്, എന്തൊരു സ്പിരിറ്റാണ്. നമുക്കെല്ലാം നഷ്ടപ്പെട്ടാലും ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു തോന്നൽ ഉണ്ടാവും. ഇതുണ്ടാകണ്ടേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 1 മാസമായി നമ്മുടെ നാട്ടിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് മൊത്തം കത്തി അമർന്നത് കണ്ടവരാണ് നമ്മൾ.
അന്ന് വലിയ മീഡിയ അറ്റൻഷൻ ഉണ്ടായി, മീഡിയക്കാർ വന്നു, ഒരുപാട് കവറേജ് ചെയ്തിട്ട് അവരങ്ങ് പോയി. രാഷ്ട്രീയക്കാർ വന്നു, മന്ത്രി വന്നു, MLA വന്നു, പല ഭാഗത്തുനിന്നും ഓഫർ വന്നു. ശരി, ഇപ്പോഴും അതിൻ്റെ അടുത്തുകൂടി കടന്നു പോകുമ്പോൾ ചിന്തിച്ചു പോവാണ്, ആരവങ്ങളൊക്കെ അടങ്ങി. ഇപ്പം ആരാ ബാക്കിയുള്ളത്? അയാളും അള്ളാഹു മാത്രം ബാക്കിയാണ്. വേറെ ആരാളുള്ളത്? അയാളും അള്ളാഹു മാത്രം ബാക്കിയുണ്ട്. അള്ളാഹു പറഞ്ഞതുപോലെയാണോ കച്ചവടം ചെയ്തത്? അതിന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ഹലാലായ രീതിയിലാണോ സമ്പാദിച്ചത്? ഹലാലായ രീതിയിലാണോ ചെലവഴിച്ചത്? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അള്ളാഹു തിരിച്ചു വരും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന 7 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ്. ഇബ്നു അബ്ബാസിനോടാണ് പറയുന്നത്, ഇബ്നു അബ്ബാസ് തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ, നിനക്ക് ക്ഷേമമുള്ള കാലമുണ്ടല്ലോ, ആ സമയത്ത് അള്ളാഹുവിനെ നീ അറിയൂ, പഠിക്കൂ, അള്ളാഹിനെ പേടിച്ച് ജീവിക്കൂ. അങ്ങനെയാണെങ്കിൽ യഅരിഫക ഫിശ്ശിദ്ദ, നിന്റെ ക്ഷാമകാലത്ത് അള്ളാഹു നിന്നെ സഹായിക്കണം. ഓഫർ വരണം. നമ്മൾ പരാതിയാണ്, ആരൊക്കെയോ പരാതി കൊടുക്കുന്നു, അവർ സഹായിച്ചില്ല, ഇവർ സഹായിച്ചില്ല. ആരോട് പരാതി പറയേണ്ട കാര്യമില്ല. നീ ഉള്ള സമയത്ത് അള്ളാഹുവിനെ പേടിച്ചിട്ടുണ്ടോ? എനിക്ക് ബേജാറില്ല. യഅരിഫക ഫിശ്ശിദ്ദ, പ്രയാസമുള്ള കാലത്ത് അള്ളാഹു നിന്നെ ഏറ്റെടുക്കും. ഈ ഒരു ആലോചന ഉണ്ടായാൽ, അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ നേരത്തെ വരാൻ പറ്റിയാൽ, അള്ളാഹുവിനോട് പറയാൻ പറ്റിയാൽ, അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ 2 അനുഗ്രഹങ്ങളിൽ ആളുകൾ വഞ്ചിതരായി പോവാണ്. അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, ആരോഗ്യം ഒന്നാമത്തതാണ്. രണ്ടാമത്തത് ഒഴിവ് സമയം. ആരോഗ്യമുണ്ടാകുന്ന സമയമുണ്ട് യുവത്വം, നമുക്ക് ഒഴിവില്ല എന്ന് നമ്മളിങ്ങനെ പറയാണ്. രണ്ടാമത്തത് ഒഴിവാണ്, അത് വേണ്ടുവോളം കിട്ടും പ്രായമുള്ള സമയത്ത്, പക്ഷെ ആരോഗ്യം ഉണ്ടാവില്ല. പ്രായമുള്ളവർ പലപ്പോഴും ആലോചിച്ചു പോകും, നല്ല ഒഴിവുണ്ട്, ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ. പക്ഷെ ചിന്തിച്ചിട്ട് ചിലപ്പോൾ കാര്യമില്ല, ആരോഗ്യം തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഓപ്ഷൻ ഉണ്ട്. ആരോഗ്യമുള്ള ചെറുപ്പക്കാരികളെ നമുക്ക് അവസരമുണ്ട്. നമുക്ക് ആരോഗ്യമുണ്ടല്ലോ, ഇനി കുറച്ച് ഒഴിവ് പോരെ. നമ്മൾ ചിന്തിച്ചാൽ എവിടെയാ ഒഴിവ് കിട്ടാതിരിക്കുക? 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മുടെ സ്ക്രീൻ ടൈമിംഗ് എടുത്തു നോക്കിയാൽ എത്രയോ സമയങ്ങൾ സ്ക്രീനിന് നമ്മൾ കൊടുത്തിട്ടില്ലേ? അതൊന്ന് ഓഫാക്കി വെച്ച് നോക്കും, എത്ര സമയമുണ്ട്. അതുകൊണ്ട് സാധ്യത നമുക്കാണ്. എന്തേ നമ്മളത് തിരിച്ചറിയാത്തത് എന്ന് ആലോചിച്ച് പോവാണ്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാലമാണ്, ഒരു ടൈം ഓഫ് പീരീഡ് അള്ളാഹുവിന് സമർപ്പിക്കാനുള്ള വലിയൊരു അവസരം. പല ആളുകളും പറയുന്നേക്കാം, കോളേജിലൊക്കെ പഠിക്കുന്ന ചെറുപ്പക്കാർ പറയാം, കോളേജിലെ 3-4 വർഷം കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഉംറ ചെയ്യാൻ. ആ 4 വർഷവും എല്ലാ തോന്നിവാസവും ചെയ്യണം, എന്നിട്ട് അവസാനം പോയി ഉംറ ചെയ്യണം. ഇതാണ് ആളുകളുടെ ചിന്ത. നമ്മളൊന്ന് അതിന്റെ ലോജിക് ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കൂ. എല്ലാ ഹറാമുകളും ചെയ്യാൻ പറ്റുന്ന സാധ്യതയുള്ള ഈ കോളേജിൽ ഇതൊരവസരമാണ്. എന്തിന്? അള്ളാഹുവിനെ പേടിക്കാൻ. ഈ യുവത്വ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ പേടിച്ചിട്ട് ആ ഒരു റെക്കോർഡുമായിട്ട് എനിക്ക് പുറത്തിറങ്ങുമ്പോൾ ഡിഗ്രി ഉണ്ട്, അതിനുമപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ഇതൊരവസരമാണ്, ഈ കോളേജ് ലൈഫ് ഒരു അവസരമാണ്. എന്തിന്? അള്ളാഹുവിനെ പേടിക്കാൻ. നമ്മള് ആ ഒരു പ്രായം എന്ന് പറയുന്നത് പെട്ടെന്ന് തെറിച്ചു പോകുന്ന പ്രായമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ എല്ലാ പ്രായത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത്രയും അധികം പറഞ്ഞിട്ടില്ല. ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഖുർആൻ പറയാണ് സൂറത്തുൽ കഹ്ഫിൽ, നമ്മൾ ഇന്ന് ഓതിയ സൂറത്താണല്ലോ. ഇന്നഹും ഫിത്യത്തുൻ, അവർ കുറച്ച് ചെറുപ്പക്കാരായിരുന്നു. ആമനു ബിറബ്ബിഹിം, അള്ളാഹനെ പേടിച്ച് ഈമാനുള്ള മനുഷ്യർ. വസിദ്നാഹും ഹുദാ, അള്ളാഹു അവർക്ക് വീണ്ടും ഹിദായത്ത് കൊടുത്തു. ഇതൊരു തൗഫീഖാണ്. ആ ഒരു പ്രായമുണ്ടല്ലോ, ഇതൊക്കെ അങ്ങ് കടന്നു പോകും. അതുകൊണ്ട് യുവത്വത്തിന്റെ അംശമെങ്കിലും ബാക്കി നിൽക്കുന്നവർക്ക് സന്തോഷിക്കാനുള്ള വല്ലാത്തൊരവസരമാണ്, നഷ്ടപ്പെടുത്തരുത്. തിരിച്ചു കിട്ടില്ല. മില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ചാലും ഈ അവസരം തിരിച്ചു കിട്ടില്ല. നമുക്ക് മനോഹരമായ ഒരു ഏട് ഇപ്പം തയ്യാറാക്കാം. അങ്ങനെയാണല്ലോ, നമുക്ക് എഴുതാം നമ്മുടെ റെക്കോർഡുകളിൽ, തിന്മയല്ല നന്മകൾ എഴുതണം. അതുകൊണ്ടാണല്ലോ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ഉമർ ബിൻ ഖത്താബ് മരണപ്പെടുന്ന സമയത്ത് ഇബ്നു ഉമർ പറയാൻ, ഞാൻ പിറകോട്ടേക്ക് നോക്കി, ഞാൻ നോക്കുമ്പോൾ പല ആളുകളെയും ഇങ്ങനെ ഉന്തി മാറ്റി ഒരു മനുഷ്യൻ ധൃതിയിൽ കടന്നു വരുന്നുണ്ട്. എന്റെ ഉപ്പയെ കാണാൻ വന്നത് അലി ബിൻ അബി താലിബാണ്. എന്നിട്ട് ഉമറിനോട് പറഞ്ഞു, ഉമർ, ലോകത്തേതെങ്കിലും ഒരു മനുഷ്യന്റെ ഏടുമായിട്ട് അള്ളാഹുവിനെ കാണാൻ അള്ളാഹു എനിക്കൊരു അവസരം തന്നാൽ ഉമറിന്റെ ഏടുമായി ഞാൻ പോകും. എന്നേക്കാൾ ഉമറിന്റെ ഏടിന് ശ്രേഷ്ഠതയുണ്ട് അലി ബിൻ അബി താലിബ് പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രവാചകന്റെ വർത്തമാനങ്ങളിൽ മുഴുവൻ ഉമറെ താങ്കളായിരുന്നു. അന അബൂബക്കർ ഉമർ, ഞാനും അബൂബക്കറും ഉമറും വിശ്വസിച്ചു, ഞാനും അബൂബക്കറും ഉമറും ഇവിടെ പോയി അവിടേക്ക് വന്നു, ഇങ്ങനെ തീരുമാനിച്ചു. ഉമർ ആരാ? നമ്മൾ ആലോചിക്കും, വലിയ അത്ഭുതമല്ലേ പ്രിയമുള്ളവരെ? ഉമർ എന്ന് പറയുന്നത് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് നുബുവത്തിന്റെ 6ാം വർഷമാണ്. ചരിത്രം ചില ആളുകൾ പറയുന്നത് 6ാം വർഷം, അതിനെ റെഫ്യൂട്ട് ചെയ്ത് മറ്റാളുകൾ പറയാം അല്ല 9, നുബുവത്തിന്റെ 10ാം വർഷമാണ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞ പണ്ഡിതരുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഇസ്ലാം പ്രബോധനം ചെയ്ത് 10 വർഷം കഴിഞ്ഞിട്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചത് എന്ന് നമ്മൾ വായിക്കുമ്പോൾ എന്താ അത്ഭുതം. 10 വർഷം കഴിഞ്ഞെങ്കിലും ആ വർഷങ്ങളിൽ പല ആളുകളും ഇസ്ലാം സ്വീകരിച്ചെങ്കിലും അതിന്റെ റാങ്ക് ലിസ്റ്റ് ഒന്ന് ഔട്ട് ചെയ്യുമ്പോൾ ഉമറിന്റെ സ്ഥാനം എവിടെയാണ്? അബൂബക്കർ കഴിഞ്ഞാൽ പിന്നെ ഉമറാണ് 2ാം സ്ഥാനത്ത്.
10 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്. പക്ഷേ ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം സമയമൊന്നും പിന്നെ പാഴാക്കിയില്ല. നമുക്കിപ്പോഴാണ് ബോധ്യപ്പെട്ടത്. 29 വയസ്സാണ്, 30 ആണ്, 31 ആണ്, 35 ആണ്, 40 ആണ്. നമുക്കിപ്പോഴും സമയമുണ്ട്. ഇപ്പം ബോധ്യപ്പെട്ടല്ലോ. അതുകൊണ്ട് നമുക്ക് വഴിതെറ്റിയാൽ ഉടനെ ആ സ്റ്റോപ്പിൽ ഇറങ്ങുക, അല്ലെങ്കിൽ റിട്ടേൺ ടിക്കറ്റിന്റെ പൈസ കൂടുമെന്ന് പറയുന്നത് പോലെ ബോധ്യപ്പെട്ട ഈ സമയത്ത് നമ്മൾ തിരിച്ചു ചിന്തിച്ചാൽ, ഒന്ന് യു ടേൺ എടുത്താൽ ഉമറിനെ പോലെ 2ാം റാങ്കുകാരനായി മാറാം, 1ാം റാങ്കുകാരനായി മാറാം. പക്ഷെ ശ്രമം ഉണ്ടാവണം. ഒന്നാമത്തത് ആരോഗ്യമാണ്, രണ്ടാമത്തത് ഒഴിവ് സമയം. ഇത് രണ്ടും നമുക്കുണ്ട്. അതുകൊണ്ടാണ് ആ നല്ല കാലത്ത്, പ്രായമുള്ള സമയത്ത് തഹജ്ജുദിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമസ്കരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, ബാത്റൂമിൽ പോകാൻ കഴിയുന്നില്ലല്ലോ, ഇങ്ങനെ തഹജ്ജുദ് നമസ്കരിക്കാൻ. പ്രിയമുള്ളവരെ, ആരോഗ്യമുള്ള കാലത്ത് അത് ചെയ്തു വെച്ചിട്ടുണ്ടോ? നേരത്തെ പള്ളി വന്നിട്ടുണ്ടോ? ഖുർആൻ ഓതിയിട്ടുണ്ടോ? കൃത്യമായി തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടോ? വയ്യാതെ കിടക്കുമ്പോഴും പ്രയാസമൊന്നുമില്ല. ആ തഹജ്ജുദിന്റെ ഒക്കെ കൂലി അള്ളാഹു തരും, ജമാഅത്തിന്റെ കൂലി അള്ളാഹു തരും, സദഖയുടെ കൂലി അള്ളാഹു തരും. അള്ളാഹുനോട് അങ്ങോട്ട് ചെയ്യൂ. അൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ വമിൻ ദൂനിഹിമാ ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബ്. ഖുർആൻ പറയാണ്, നിങ്ങൾ അള്ളാഹുനോട് ഇഹ്സാൻ ചെയ്യൂ, അള്ളാഹു തിരിച്ച് എത്രയാ തരാ? ഒരിക്കലും റിട്ടേൺസ് പറയാൻ കഴിയില്ല, അത്രയും അള്ളാഹു തരും. ആരോഗ്യമുള്ള കാലം, ഒഴിവുള്ള കാലം, തൗഫീഖുള്ള കാലം മാറ്റിവെക്കരുത്. നാളെ എന്ന് പറയാനില്ല, ഇന്ന് മാത്രമാണ്. അതുകൊണ്ട് സമയമൊന്നും പാഴാക്കാതെ അള്ളാഹുലേക്ക് തിരിയാൻ. യാ നഫ്സു തൂബി ഖദ് ഹാനൽ മൗത്ത്. മരണം ഏത് സമയവും വരും. ആ തൗബയോടുകൂടി നല്ല അവസരത്തിൽ അള്ളാഹുലേക്ക് മടങ്ങാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على نبينا محمد وعلى آله وأصحابه الأبرار. فقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഒരുപാട് നിഅമത്തുകളുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് ഒരു തിന്മ ചെയ്യുമ്പോൾ ഒരുപക്ഷെ അള്ളാഹു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ആ നിഅമത്തൊക്കെ തിരിച്ചു കൊടുത്തുകൊണ്ട് പോകും. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പറയുന്നത്. ഖുൽ അറഅയ്തും, നീ ആലോചിച്ചിട്ടുണ്ടോ, ഇന്ന ഖലല്ലാഹു സമഅകും വഅബ്സാറകും വഖതമ അലാ ഖുലൂബികും മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്. അല്ലാഹു പെട്ടെന്ന് നിന്റെ കാഴ്ച അങ്ങ് പിടിച്ചു വലിച്ചു, നിന്റെ കേൾവി, നിന്റെ ഹൃദയത്തെ അങ്ങ് മരിപ്പിച്ചു. ഇന്ന് അറ്റാക്കാന്ന് പറഞ്ഞോളൂ, എന്നാലും കുഴപ്പമില്ലല്ലോ. അല്ലാഹു പെട്ടെന്ന് നിന്നെ അങ്ങ് തിരിച്ചു വിളിച്ചാൽ, നിന്റെ ആരോഗ്യത്തെ നീ ഏറ്റവും മഹത്തമായി കാണുന്ന നിന്റെ എന്തെങ്കിലും ഒന്ന് തിരിച്ചു വിളിച്ചാൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്, അല്ലാതെ വേറെ ആരാ നിനക്ക് തരിക? നീ ചെയ്യുന്ന തിന്മകൾ നമ്മൾ കണ്ണുകൊണ്ട് ഹറാമ് കാണാണ്. അള്ളാഹു ചിലപ്പം അല്ലെ, പല ആളുകൾക്കും ഇന്ന് കണ്ണുകൊണ്ട് പറ്റൊന്നും കാണാത്ത രീതിയിൽ ഡോക്ടറോട് പറഞ്ഞു നോക്കുമ്പോൾ അത് മൈഗ്രെയിൻ ആണ്, ചിലപ്പോൾ നിന്റെ നെർവ് ചുരുങ്ങിയതാണെന്നൊക്കെ പറയും. പക്ഷേ അതിന്റെ പിറകിലും മറ്റൊരു കാരണമുണ്ട്. നീ കണ്ടത് ഹറാമാണ്, അതുകൊണ്ട് ഈ സ്ക്രീൻ നോക്കാൻ കഴിയുന്നില്ല. നീ എത്ര എന്റർടൈൻമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നിന്റെ സോഷ്യൽ മീഡിയയിലേക്ക് നിന്റെ അക്കൗണ്ട് പോലും നോക്കാൻ കഴിയുന്നില്ല. എന്നിട്ടല്ലേ ഖുർആൻ ഓതുന്ന കാര്യം. ഖുർആൻ ഓതാൻ ഉപയോഗിക്കേണ്ട കണ്ണായിരുന്നു, ഹറാമിന് ഉപയോഗിച്ചു, വേറെ എല്ലാം അള്ളാഹു പറഞ്ഞു വെച്ചു. അതുകൊണ്ടാണ് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങളുടെ നിലപാട് മാറ്റുന്നത് വരെ അള്ളാഹു നിങ്ങളുടെ നിഅമത്തും എടുത്തു മാറ്റില്ല. അങ്ങനെ തഫ്സീർ പറഞ്ഞ പണ്ഡിതരുണ്ട്. നിങ്ങളുടെ നിലപാട്, അള്ളാഹുവിനോടുള്ള നിലപാട് നിങ്ങൾ എന്ന് മാറ്റുന്നുവോ അള്ളാഹു നിങ്ങളുടെ നിഅമത്തും എടുത്തു മാറ്റും. ഇത് ഖുർആനാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ നിഅമത്തുകൾ ഇങ്ങനെ എണ്ണാൻ നമുക്ക് കഴിയും. നമ്മൾ തെറ്റ് ചെയ്ത് തിന്മ ചെയ്ത് ആ നിഅമത്തുകൾ എടുത്തു പോകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം, ജാഗ്രതയോടുകൂടി ജീവിക്കണം. അള്ളാഹു അത്തരത്തിൽ നല്ല ജാഗ്രതയിൽ ജീവിക്കാൻ ഇമാം ഷാഫിയുടെ ഒരു കവിത കൂടെ ഓർത്തു പോവുകയാണ്. അദ്ദേഹം പറയാണ്, ഏതവസ്ഥയിലും ഒറ്റക്കായാലും നീ പറയരുത് ഇന്നി ഖലൗത്ത്, ഞാൻ ഒറ്റക്കായി എന്ന് പറയരുത്. നീ നിന്റെ നഫ്സിനോട് പറയണം, അലയ്യ റഖീബു, എന്നെ നോക്കുന്ന റഖീബായ അള്ളാഹു ഉണ്ട് എന്ന് പറയണം. ഒരാൾ ഇരുട്ടിൽ പെട്ടുപോയി, ഇരുട്ടിൽ ഒറ്റപ്പെട്ടുപോയി. രാത്രി അങ്ങനെയാണ്, ആളുകൾക്ക് രാത്രിയാകുമ്പോൾ തിന്മ ചെയ്യാനുള്ള വല്ലാത്തൊരു പ്രചോദനം ഉണ്ടാകും. നഫ്സ് വല്ലാതെ അതിനെ ക്ഷണിക്കും. അപ്പൊ നീ പറയണം, ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി, ഈ ഇരുട്ട് സൃഷ്ടിച്ചവനായ അല്ലാഹു ഉണ്ടല്ലോ, അല്ലാഹു എന്നെ കാണുന്നുണ്ട് എന്ന് പറയണം. അല്ലാഹുവിലേക്ക് തിരിച്ചു പോകണം. ഇന്നി അഖാഫുല്ലാഹ് എന്ന് പറയുകയും
അർശിന്റെ തണൽ ലഭിക്കുകയും ചെയ്യുന്ന സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ഒരു ചെറുപ്പക്കാരന്റെ ചികിത്സയുടെ ആവശ്യപ്രകാരം ഇന്നിവിടെ ഒരു കളക്ഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കഴിയുന്ന രീതിയിൽ അതുമായി സഹകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെയൊക്കെ എല്ലാ അപകട മരണങ്ങളെ തൊട്ടും അത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളെ തൊട്ടും നമ്മളെയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും പുറത്തു തരുമാറാകട്ടെ. നന്മകളിൽ അടിയുറച്ചിരിക്കാൻ നമ്മുടെ കൽബുകൾ എപ്പോഴും ദീനുമായി ബന്ധപ്പെടാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, അവരുടെ പരലോക ജീവിതം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സ്വത്തിന്, നമ്മുടെ കച്ചവടത്തിന്, നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ മക്കളിൽ എല്ലാവിധ ഹൈറ് ബറക്കാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലസ്തീനിൽ നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ലഭിച്ചുകൂടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم.